ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ഇപ്പോൾ ബേസ് കോട്ട് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ കണിക്കൊന്ന റെഡിയാക്കാണ്. അപ്പോൾ കണിക്കൊന്ന റെഡിയാക്കാനായിട്ട് പിസ്താഷ്യല്ലോ ക്ലേയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലുള്ള മെഡിസിൻ സ്ട്രിപ്സ് ഉണ്ടാവല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ കണിക്കൊന്ന റെഡിയാക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മരുന്നുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്ട്രിപ്സിൽ ചുളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഓരോ പെറ്റൽസ് ആക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, പെറ്റൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ബോട്ടിൽ ഒട്ടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിൻ്റെ മുകളിൽ സ്റ്റെമ്മ് വേണ്ടേ. അപ്പോൾ സ്റ്റെമ്മിനായിട്ട് ഞാനിപ്പോൾ വൂളൻ ത്രെഡാണ് എടുക്കുന്നത്. വൂളൻ ത്രെഡ് ഇല്ലാത്തൊരു ഏതെങ്കിലും ഒരു നൂലെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ നൂലൊന്നും ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ക്ലേയോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സ്റ്റെമ്മ് ചെയ്തെടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാതെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിതാ വൂളൻ ത്രെഡ്, ഗ്രീൻ കളറുള്ള വൂളൻ ത്രെഡാണ് എടുക്കുന്നത്. ഗ്രീൻ ആകുമ്പോൾ പിന്നെ നമുക്ക് അതിന് കളറൊന്നും കൊടുക്കണ്ടല്ലോ. ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. മിക്ക ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഗ്ലൂ ഗൺ കൊണ്ട് തന്നെ കേട്ടോ ഒട്ടിക്കാറ്. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഗ്ലൂ ഗൺ എടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ആട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊന്നപ്പൂ റെഡിയാക്കണമല്ലോ. അപ്പോൾ കൊന്നപ്പൂ റെഡിയാക്കാനായിട്ട് ഒരു ഫ്ലവറിൽ 5 പെറ്റൽസ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 5 പെറ്റൽസ് ആക്കി എടുക്കാം കേട്ടോ. ഈ സ്ട്രിപ്സ് കുറച്ച് വലുതായതുകൊണ്ട് വലിയ പെറ്റൽസ് ആയിട്ടാട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൽ ചെറുത് കിട്ടുകയാണെങ്കിൽ ചെറുത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഒട്ടിക്കുന്നതൊക്കെ ഫാസ്റ്റ് ആയിട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. അപ്പോൾ 5 പെറ്റൽസ് ആക്കിയിട്ട് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. ഓരോ പെറ്റൽസ് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം ഒന്ന് ബോട്ടിൽ വെച്ച് നോക്കാം കേട്ടോ. ബോട്ടിൽ വെച്ച് ഒട്ടിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് സ്പേസ്, എത്ര സ്പേസ് വേണം എന്നൊക്കെ മനസ്സിലാവുമല്ലോ. പിന്നെ ഏതൊരു ക്രാഫ്റ്റ് ആണെങ്കിലും നമുക്ക് എന്താണോ ഒട്ടിക്കാനുള്ളത് അത് ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കാം കേട്ടോ. അതിന് ശേഷം ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കളറും കൂടി കൊടുത്ത് അടിപൊളി ലുക്കായിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെ ഗ്ലൂ ഗൺ കൊണ്ട് ചെയ്യുമ്പോൾ ഒരു നൂല് പോലെ വരും കേട്ടോ, അതൊന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കിയും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഒട്ടിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗത്ത് ഒട്ടിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചെടുക്കും. ഈ ഒട്ടിക്കുമ്പോഴേക്ക് നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് പറയാം കേട്ടോ. മീനാക്ഷി, അനുവർണ, ഗീതു, ലക്ഷ്മി ചേച്ചി, സോനു, എല്ലാവർക്കും വലിയൊരു ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണിക്കൊന്നൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഒരു വള്ളി പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്ക് ഈ സ്ട്രിപ്സ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, വള്ളിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണിക്കൊന്നിൻ്റെ മിഡിലായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗ്ലൂ ഗൺ ഒന്ന് മിഡിലായിട്ട് അപ്ലൈ ചെയ്ത് അതിന് ശേഷം അത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്ട്രെയിറ്റ് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആക്കാം, വളച്ചു കൊടുക്കണേ വളച്ചും കൊടുക്കാം കേട്ടോ. സ്ട്രിപ്സ് അതിനെ കൊണ്ട് വളയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മൊട്ടുകൾ റെഡിയാക്കണേ. അപ്പോൾ മൊട്ടുകൾ റെഡിയാക്കാനായിട്ട് ഞാൻ ഇയർബഡ്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇയർബഡ്സ് ഇല്ലാത്തവരാണെങ്കിൽ ടിഷ്യൂ എടുക്കുക, ക്ലേ എടുക്കുക. ഇനി അത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ മൊട്ടുകളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊട്ടുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഒട്ടിച്ചെടുക്കാനായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കുന്നതൊക്കെ നമുക്ക് ഏത് ഭാഗത്താണ് വേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒട്ടിക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ കണിക്കൊന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണാൻ തന്നെ നല്ല അടിപൊളിയുണ്ട്. ഇനി നമുക്കിതിൽ കളറും കൂടി കൊടുത്താൽ വേറൊരു ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് കളർ കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ കളർ കൊടുക്കുകയാണ്. അപ്പോൾ കളർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ആ യെല്ലോ അതിൽ വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഏതൊരു കാര്യം നമുക്ക് ആദ്യം ശരിയാണെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് മാറിയിരിക്കാതെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളല്ലേ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ
കണ്ടില്ലേ, ഇത്രത്തോളം കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ വള്ളിക്കും കളർ കൊടുക്കണം, അതേപോലെ മൊട്ടിനും കളർ കൊടുക്കണം. വള്ളിക്ക് ഗ്രീൻ കൊടുക്കുക, മൊട്ടിന് അതേപോലെ ഗ്രീനും യെല്ലോയും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക് വരിക. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോയും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ലുക്ക് വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, അടിപൊളി കണിക്കൊന്നയായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതേപോലെ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.